ആടാ എല്ലാവർക്കും ഉണ്ടാ. എന്താണ് റിട്ടേൺസ്? അത് വേണടാ. ഓക്കെ, റിട്ടേൺസ്. എന്താ റിട്ടേൺസ്? റിട്ടേൺ റിട്ടേൺ ഓർ റിട്ടേൺ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യേണ്ടതിനെയാണ് നമ്മൾ റിട്ടേൺസ് എന്ന് പറയാം. ഓക്കെ ഓക്കെ. ജി എസ് ടിയിലെ വിവിധ തരം ഫോമുകളും ആർക്കൊക്കെയാണ് ആ ഫോമുകൾ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് റിട്ടേൺസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ക്ലിയർ. ഓക്കെ, സോ നമുക്കറിയാം there is something which is called a supplier ഉണ്ട് അല്ലേ? a person called supplier. There is also a person called recipient. Okay, now supplier എന്താണ് റെസിപ്പിയന്റിന് ചെയ്യാ? he gives sales അല്ലേ? സപ്ലയർ സെയിൽ ചെയ്യും. ആൻഡ് റെസിപ്പിയന്റ് എന്താ ചെയ്യാ? റെസിപ്പിയന്റ് പർച്ചേസസ് അല്ലെ? സപ്ലയർ സെയിൽ ചെയ്യുകയാണെങ്കിൽ റെസിപ്പിയന്റ് എന്താ ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നൗ സപ്ലയർ സെയിൽ ചെയ്യുമ്പോ സപ്ലയർ ഫയൽ ചെയ്യേണ്ട റിട്ടേണിന്റെ പേരാണ് GSTR1. എന്താണ്? സപ്ലയർ സെയിൽ ചെയ്യുമ്പോൾ സപ്ലയർ ഫയൽ ചെയ്യേണ്ട റിട്ടേണിന്റെ പേരാണ് GSTR1. ക്ലിയർ? റെസിപ്പിയന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ GSTR1 വരുന്ന ഡാറ്റ, ഈ GSTR1 ആര് ഫയൽ ചെയ്ത ഡാറ്റ? സപ്ലയർ ഫയൽ ചെയ്ത ഡാറ്റ റെസിപ്പിയന്റിന്റെ GSTR2A വന്നു കിടക്കും. എന്താ ഉദ്ദേശിക്കുന്നത്? നൗ റെസിപ്പിയന്റിന് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആരാ ഫയൽ ചെയ്യുക? ടാക്സ് അടക്കാനുള്ളവരാണ് ഫയൽ ചെയ്യുക. ആരാ ടാക്സ് അടക്കുന്നത്? സപ്ലയർ ആണ് ടാക്സ് അടക്കുന്നത്. അപ്പൊ സപ്ലയർ ഒരു കാര്യം, ഒരു ഗുഡ്സ് സെല് ചെയ്യുമ്പോൾ അയാൾ ഫയൽ ചെയ്യുന്നത് ഏതാണ്? GSTR1 ആണ്. ഈ GSTR1 ഡാറ്റ റെസിപ്പിയന്റിന്റെ ഏത് ഫോമിൽ വന്ന് കിടക്കും? GSTR2A വന്ന് കിടക്കും. എന്തായിട്ട് വന്ന് കിടക്കും? പർച്ചേസ് ആയിട്ട് വന്ന് കിടക്കും. ക്ലിയർ ആണോ? ഓക്കെ, നൗ ഒരു ബേക്കറി ഷോപ്പുകാരൻ 100 ലഡു വിറ്റ് കഴിഞ്ഞാൽ അയാൾ എന്താ ഫയൽ ചെയ്യുക? ഞാൻ 100 ലഡു വിറ്റു എന്ന് പറഞ്ഞ് ഫയൽ ചെയ്യും. ഏത് ഫോമിൽ ഫയൽ ചെയ്യും? GSTR1 ഫയൽ ചെയ്യും. സോ പർച്ചേസറുടെ GSTയിൽ എന്താണ് വരിക? GSTR2A എന്ന് പറഞ്ഞ ഫോമിൽ വരും. എന്ത്? നിങ്ങൾ ഇത്ര ലഡു പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? സോ നമുക്ക് പറയാൻ പറ്റില്ല എന്ത്? ഞങ്ങൾ പർച്ചേസ് ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കില്ല. ക്ലിയർ ആണോ? സോ GSTR2 എന്ന് പറയുന്ന ഫോം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഫോം അല്ല. അതായത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. GSTR1 നമുക്ക് സപ്ലയർക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? അത് GSTR1, GSTR2A ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഫോംസ്. ഫസ്റ്റ് സെറ്റ് ഓഫ് ഫോംസ്. നൗ ഇത് ആർക്കാണ് അപ്ലിക്കബിൾ? ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ എ നോർമൽ GST. ആർക്ക് അപ്ലിക്കബിൾ? നോർമൽ GST. ഞാൻ പറഞ്ഞു there are two types of GST. One is normal and the another one is composition. അതായത് 1.5 കോടി ടേൺ ഓവറിന് താഴെയുള്ളവരുടെ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഫസ്റ്റ്
പഠിച്ചോ? എഴുതിയോ? എഴുതിയോ? ഓക്കെ. ക്ലിയർ? ഓക്കെ. നൗ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണല്ലോ. നൗ ഈ സപ്ലയർ സെയിൽ ചെയ്യുമ്പോൾ അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. ആൻഡ് ടാക്സ് ആർക്ക് അടയ്ക്കണത്? ഇറ്റ് ഈസ് പെയ്ഡ് ടു ഗവൺമെന്റ്, അല്ലെ? ടാക്സ് ആർക്ക് അടയ്ക്കുന്നത്? ഇറ്റ് ഈസ് പെയ്ഡ് ടു ദ ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്ന ഫോമാണ് GSTR 3B. GSTR 3B. ക്ലിയർ ആണോ? സെയിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഫോം ഏതാണ്? GSTR 1. പർച്ചേസസ് വരുന്ന ഫോം ഏതാണ്? GSTR 2A. ആൻഡ് ടാക്സ് അടയ്ക്കുന്ന ഫോം ഏതാണ്? GSTR 3B. GSTR 3B. ഓക്കെ. ഓക്കെ, വരച്ചോ? നൗ GSTR 1 എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ടു ബി ഫയൽഡ് ഓൺ 11th of every month. 11th of every month. ഓക്കെ, എന്നാണ് GSTR 1 ഫയൽ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ടു ബി ഫയൽഡ് ഓൺ 11th of every month. 11th of every month. Now GSTR 2A എന്നാണ് ഫയൽ ആവുക? ഇറ്റ് ഈസ് ഫയൽഡ് ഓൺ 15th of every month. 15th of every month. 15th of every month. And GSTR 3B എന്ന ഫയൽ ആവുക? ഇറ്റ് ഈസ് ഫയൽഡ് ഓൺ 20th of every month. 20th of every month. 3B എന്ന ഫയൽ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ടു ബി ഫയൽഡ് ഓൺ 20th of every month. ക്ലിയർ? സെറ്റാ? ഓക്കെ. നൗ GSTR 1 പകരം യു ക്യാൻ യൂസ് എ ഡിഫറെന്റ് ഫെസിലിറ്റി. എന്താണ് ആ ഫെസിലിറ്റി? ഇപ്പൊ GSTR 1 നമ്മൾ പറഞ്ഞു എല്ലാ മാസവും 11ാം തീയതി നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോമാണ്. സോ ചില സ്ഥാപനങ്ങൾക്ക് എന്തുണ്ടാവും? എല്ലാ മാസവും ഫയൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. GSTR 1 സെയിൽസിന്റെ ഡാറ്റ എല്ലാ മാസവും ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ദർ ഈസ് ആൻ ഓപ്ഷൻ. അവർക്ക് 3 മാസം കൂടുമ്പോൾ GSTR 1 ഫയൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷന്റെ പേരാണ് QRMP. എന്താണ്? QRMP. ഓക്കെ, QRMP ഫയലിംഗ് ആണെങ്കിൽ അതിന്റെ ഡ്യൂ ഡേറ്റ് എന്നാണ്? 13th ആണ്. എങ്ങനെ? 13th ആണ് അതിന്റെ. സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി, അയാൾക്ക് ഏപ്രിൽ മാസത്തിൽ സെയിൽ ഉണ്ട്, മെയ് മാസത്തിൽ സെയിൽ ഉണ്ട്, ജൂൺ മാസത്തിലും സെയിൽ ഉണ്ട്. ഓക്കെ, നൗ ഏപ്രിലിൽ അയാള് GSTR 1 ഫയൽ ചെയ്യണം, മെയ്യിൽ അയാൾ GSTR 1 ഫയൽ ചെയ്യണം, ജൂണിലും GSTR 1 ഫയൽ ചെയ്യണം. വേണ്ടേ? ഇതിന്റെ ഉറപ്പ് പ്ലസ് 2A ഫയൽ ചെയ്യണ്ടേ? പർച്ചേസ്
പ്ലസ് 3B ഫയൽ ചെയ്യണ്ടേ? സോ എന്താ അത് സംഭവിക്കുക? ഈ 3 ഫയലിങ്ങുകളും അയാൾ ഒരു മാസത്തിൽ ചെയ്യണ്ടേ? അപ്പോ അതിനൊന്നും അക്കൗണ്ടൻസ് അവൈലബിൾ അല്ലാത്ത കമ്പനികൾക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഓപ്ഷൻ? നിങ്ങൾ 1ഉം 2A ഫയൽ ചെയ്താൽ മതി. 3B എന്താ? ടാക്സ് അടയ്ക്കുന്നതാണ്. ഇത് നിങ്ങൾ 3 മാസത്തിന്റെയും കൂടി 3ാമത്തെ മാസം അടച്ചാൽ മതി. ഓക്കെ, ഈ സ്കീമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ GSTR1 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? QRMP എന്നാണ് വിളിക്കുക. ഓക്കെ, നിങ്ങളുടെ GSTR1 നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? QRMP എന്നായിരിക്കും വിളിക്കുക. ഈ QRMP എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? 11-ാം തീയതി ആയിരിക്കില്ല, 13-ാം തീയതി ഫയൽ ചെയ്താൽ മതി. സോ അതിന്റെ അർത്ഥം എന്താ? ഈ GSTR1 പകരം നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് QRMP ആണ്. ഓക്കെ, ആൻഡ് ഈ QRMP എന്നാ ഫയൽ ചെയ്യേണ്ടത്? എല്ലാ മാസവും 13-ാം തീയതിയാണ്. മനസ്സിലായോ? GSTR1 എല്ലാ മാസവും ഫയൽ ചെയ്യണം, 2A എല്ലാ മാസവും ഫയൽ ചെയ്യണം. പക്ഷെ 3B മാസം 3 മാസത്തിൽ ഒരിക്കൽ ഫയൽ ചെയ്താൽ മതി. അപ്പോ ആ സ്കീമ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ GSTR1 എന്നല്ല അതിനെ വിളിക്കുക, QRMP എന്നാണ് GSTR1 വിളിക്കുക. ആ QRMP ഫയൽ ചെയ്യേണ്ടത് എന്നാ? എല്ലാ മാസവും 13-ാം തീയതിയാണ്. GSTR1 ആയിരുന്നെങ്കിൽ അത് 11-ാം തീയതിയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അല്ലേ? ബാക്കിയുള്ളവർ ക്ലിയർ ആണോ? ഓക്കെ, സോ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരാള് എല്ലാ മാസവും GSTR1 ഫയൽ ചെയ്യണം. 3 മാസത്തിലും അയാൾ GSTR1 ഫയൽ ചെയ്യും. സോ 1 ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് എന്താണ്? ആ മാസം തന്നെ അയാൾ 2A ഫയൽ ചെയ്യണം, 3B ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? സോ മൊത്തത്തിൽ 3 മാസത്തിൽ എത്ര ഫയലിംഗ് നടക്കുന്നുണ്ട്? 9 ഫയലിംഗ് നടക്കുന്നുണ്ടല്ലോ. 9 ഫയലിംഗ് എന്ന് പറഞ്ഞാല് മിനിമം അയാൾ ഒരു 15,000 രൂപയെങ്കിലും ഫീ കൊടുക്കേണ്ടി വരും. മിനിമം കൊടുക്കേണ്ടി വരും. നൗ ചെറുകിട കച്ചവടക്കാരെന്നല്ല, അക്കൗണ്ടൻസ് ഒന്നും ഇല്ല, മുതലാളി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ കമ്പനികൾക്ക് ഇത്രയും ഫയലിംഗ് ഒരു മാസം ചെയ്യൽ ബുദ്ധിമുട്ടാണ്. സോ അവരോട് എന്താ പറയണത്? നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാനുള്ള 3Bയിലാണ് ഏറ്റവും കൂടുതൽ പണി വരിക. ഈ 3B ഫയലിംഗ് നിങ്ങൾ അവസാനത്തെ 3 മാസം കൂടുമ്പോൾ ഉള്ള 3ാമത്തെ മാസത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ സ്കീമാണ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്കീമിന്റെ പേരെന്താ? QRMP എന്നാണ്. QRMP സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ GSTR1 എന്ന് വിളിക്കാൻ പറ്റില്ല. യു ഷുഡ് കോൾ ഇറ്റ് ആസ് QRMP. ഓക്കെ, എന്ത് വിളിക്കണം? QRMP എന്ന് വിളിക്കണം. അഥവാ ഇറ്റ് ഹാസ് ഓൾസോ ആൻ അനദർ നെയിം, ദാറ്റ് ഈസ് IFF. എന്താണ്? IFF. It has also an another name which is IFF. Clear ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് IFF. സോ ഏതൊക്കെ ഫോം നമ്മൾ പഠിച്ചു? GSTR1, GSTR2A, GSTR3B, QRMP നമ്മൾ പഠിച്ചു അല്ലെ? 4 ഫോംസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നൗ ഈ ഫോമുകളൊക്കെ ആർക്കേ വരുള്ളൂ? ഇറ്റ് ഈസ് ഫോർ എ നോർമൽ GST. നോർമൽ GSTയിലുള്ളവർക്കേ ഏത് സ്കീം വരുള്ളൂ? ഈ സ്കീമൊക്കെ വരുള്ളൂ. നൗ വി ആർ മൂവിങ് ഇൻ ടു ആൻ അനദർ വൺ ദാറ്റ് ഈസ് കോൾഡ് ആസ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ, ഇത് ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. ഹു ഈസ് എ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്നുള്ളത് ചെറുകിട വ്യാപാരികളെയാണ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. അഥവാ 1.5 crore പെർ ഇയറിന് താഴെയുള്ളവർ. അതായത് 1.5 കോടി വരുമാനത്തിന് താഴെയാണ് ഒരു വ്യക്തിയെങ്കിൽ അയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സ്കീം ഉപയോഗിക്കാം എല്ലാരെയും പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന GSTയുടെ സ്കീം ഉപയോഗിക്കാം. കോമ്പോസിഷൻ സ്കീമിന്റെ ഉപകാരം എന്താ? നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ സെയിൽ ചെയ്തോ, പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, നിങ്ങൾ 1% മാത്രം ടാക്സ് അടച്ചാൽ മതി. എന്താണ്?
നിങ്ങൾ എത്ര വേണമെങ്കിലും 1.5 കോടിയുടെ താഴെ എത്ര വേണമെങ്കിലും നിങ്ങൾ സെയിൽ ചെയ്തോ, എത്ര ചെയ്താലും നിങ്ങൾ ചെയ്യുന്ന സെയിലിന്റെ പുറത്ത് 1% മാത്രം ടാക്സ് ഗവൺമെന്റിന് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് എന്ത്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. നൗ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എങ്ങനെയാ ഫയൽ ചെയ്യുക? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഫയൽ ചെയ്യുന്നത് എന്ത് നിൽക്കുക അതല്ല, ഓക്കെ, ഫയൽ ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. എങ്ങനെയാ? ക്വാർട്ടർലി ആണ് അവരുടെ ഫയലിങ്. അവർക്ക് ഒരു ഉപകാരം കൂടിയുണ്ട്, മാസം മാസം ഫയൽ ചെയ്യണ്ട, 3 മാസം കൂടുമ്പോ ഫയൽ ചെയ്താൽ മതി. ദാറ്റ് ഈസ് കോൾഡ് ക്വാർട്ടർലി ഫയലിംഗ്. ഈ ക്വാർട്ടർലി ഫയലിംഗ് ഏത് ഫോമിലൂടെ അവർ ചെയ്യാ? ഇറ്റ് ഈസ് ഡൺ ത്രൂ CMP 08. ഏതാണ്? CMP കോമ്പോസിഷൻ 08. CMP 08. ഇതാണ് അവർ ക്വാർട്ടർലി ചെയ്യേണ്ട ഫയലിംഗ്. എന്നാണ് ചെയ്യേണ്ടത്? എല്ലാ ക്വാർട്ടറിനും ശേഷമുള്ള മാസത്തിലെ 18-ാം തീയതി. എങ്ങനെയാണ്? നോ, നോർമൽ സ്കീമിൽ എങ്ങനെയാണ്? ജാനുവരിയിലെ സെയിൽ നിങ്ങൾ എവിടെ കാണിക്കുക? ഫെബ്രുവരിയിലാണ് കാണിക്കുക. അതായത് ഒരു മാസം കഴിയാതെ ആ മാസത്തെ സെയിൽ എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞാലല്ലേ ആ മാസത്തെ സെയിൽ അറിയുള്ളൂ. ജനുവരി മാസത്തെ സെയില് നമ്മൾ ഫെബ്രുവരി 11-ാം തീയതിയുടെ ഉള്ളിലാണ് GSTR1 കാണിക്കുക. ഫെബ്രുവരി മാസത്തെ സെയില് മാർച്ച് 11-ാം തീയതിയുടെ ഉള്ളിലാണ് GSTR1 കാണിക്കുക. മാർച്ചിലെ സെയില് ഏപ്രിൽ 11-ാം തീയതിയുടെ ഉള്ളിലാണ് GSTR1 കാണിക്കുക. ക്ലിയർ ആണോ? അതേപോലെ ഇവിടെ ഒരു ക്വാർട്ടറിന്റെ സെയില് അടുത്ത ക്വാർട്ടറിലെ ആദ്യ മാസത്തിലെ 18-ാം തീയതിയുടെ ഉള്ളിലാണ് കാണിക്കുക. മനസ്സിലായോ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഏപ്രിലും മെയ്യും ജൂണും കൂടുന്നതാണ് ഒരു ക്വാർട്ടർ. അതാണ് Q1 അല്ലെ? ക്വാർട്ടർ 1. അപ്പോ ഈ 3 മാസത്തെ സെയിൽ നമ്മൾ എവിടെ കാണിക്കുക? ജൂലൈ 18-ാം തീയതിയുടെ ഉള്ളിലാണ് കാണിക്കുക. ഈ 3 മാസം കഴിയാതെ ആ 3 മാസത്തെ സെയിൽ എത്രയാണെന്ന് അറിയില്ലല്ലോ. ഈ 3 മാസത്തെ സെയിലും കൂടി കൂടിയിട്ട് എപ്പോഴാണ് ഫയൽ ചെയ്യുക? തൊട്ടടുത്ത മാസത്തെ 18-ാം തീയതിയുടെ ഉള്ളിലാണ് നമ്മൾ ഫയൽ ചെയ്യുക. രണ്ടാമത്തെ ക്വാർട്ടർ ഏതാ? ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. എന്നായിരിക്കും ഫയൽ ചെയ്യുക? ഒക്ടോബർ 18-നായിരിക്കും ഫയൽ ചെയ്യുക. ക്ലിയർ ആണോ? ദിസ് ഈസ് കോമ്പോസിഷൻ സ്കീം. ക്ലിയർ ആണോ? ഇനി അവിടെയും തീർന്നില്ല. കോമ്പോസിഷൻ സ്കീമിന് ക്വാർട്ടർലി ഫയൽ ചെയ്യുന്നതിന് പുറമെ വർഷത്തിൽ ഒരു ഫയലിംഗ് കൂടെ ഉണ്ട്. എന്താണ് ആ വർഷത്തിലുള്ള ഫയലിംഗ്? വർഷത്തിൽ അവര് ആനുവലി അവർ ഫയൽ ചെയ്യണം. ഏത് ഫോമിൽ? GSTR4. GSTR4 അവര് ഫയൽ ചെയ്യണം. ക്ലിയർ ആണോ? ക്വാർട്ടർലിയില് അവര് CMP 08 ടാക്സ് അടയ്ക്കണം. വർഷത്തിൽ അവരൊരു ഫോം ഫയൽ ചെയ്യും വേണം. അതെന്തിനാ? ഈ 4 ക്വാർട്ടറിലുള്ള കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം കാണിക്കാനാണ് GSTR4. സോ ഇതെന്താണ്? ആനുവൽ റിട്ടേൺ ആണ്. ഓക്കെ, ഇതെന്താണ്? ആനുവൽ റിട്ടേൺ ആണ്. അപ്പോ നോർമൽ സ്കീമിൽ ഇങ്ങനെ ആനുവൽ റിട്ടേൺ ഇല്ലേ? നോർമൽ സ്കീമിൽ ഇങ്ങനെ ആനുവൽ റിട്ടേൺ ഇല്ലേ? നോർമൽ സ്കീമിലും there is an annual return. There is an annual return. അതിന്റെ പേരാണ് GSTR9. GSTR9. ക്ലിയർ ആണോ? സോ ഏതൊക്കെ ഫോമുകൾ നോക്കി? നോർമൽ GST ആണെങ്കിൽ അതിൽ ഏതൊക്കെ ഫോം ഉണ്ട്? GSTR1 ഉണ്ട്, GSTR2A ഉണ്ട്, GSTR3B ഉണ്ട്, അതേപോലെ തന്നെ QRMP ഉണ്ട്, GSTR9 ഉണ്ട്. ഹലോ, പറഞ്ഞല്ലോ സാർ, കിട്ടിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഓക്കെ, എഴുതിയോ? പോണേ പോയിക്കോ. ഹലോ
ഓക്കെ, നൗ ഈ ഫോമിന്റെ ഒക്കെ ഡ്യൂ ഡേറ്റ് എന്നാ, അതായത് എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? GSTR4 ഫയൽ ചെയ്യേണ്ടത് 30th April ഓഫ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. എന്നാണ്? 30th April ഓഫ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലാണ് ഏത് ഫയൽ ചെയ്യേണ്ടത്? GSTR4 ഫയൽ ചെയ്യേണ്ടത്. 30th April ഓഫ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലാണ് ഏത് ഫയൽ ചെയ്യേണ്ടത്? GSTR4 ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ GSTR9 GSTR9 എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? December 31st ഓഫ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലാണ് GSTR9 ഫയൽ ചെയ്യേണ്ടത്. December 31st ഓഫ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലാണ് GSTR9 ഫയൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? നൗ സോ നമ്മള് ഏതൊക്കെ കവർ ചെയ്തപ്പോ? ഓൾറെഡി നമ്മൾ നോർമൽ GST കവർ ചെയ്തു. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഏതൊക്കെ ഫയലിംഗ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു GSTR5 ആൻഡ് തിങ്സ്, ദാറ്റ് ഈസ് NRTP അഥവാ നോൺ റെസിഡൻഷ്യൽ ടാക്സബിൾ പേഴ്സൺ. എന്താണ് NRTP അഥവാ നോൺ റെസിഡൻഷ്യൽ ടാക്സബിൾ പേഴ്സൺ? NRTP അഥവാ നോൺ റെസിഡൻഷ്യൽ ടാക്സബിൾ പേഴ്സൺ. NRTP അഥവാ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. Now who is an NRTP? ആരാണ് ഒരു NRTP? നോൺ റെസിഡൻഷ്യൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? നോൺ റെസിഡൻഷ്യൽ എന്ന് ഉദ്ദേശിച്ച അത് ഇൻകം ടാക്സ്. നൗ ഒരു ഫോറിൻ ടൂറിസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നു 3-4 മാസം നിൽക്കാൻ വേണ്ടിയിട്ട്. നൗ അയാൾ വിചാരിക്കുകയാണ് എന്ത്, ഈ 4 മാസം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ 4 മാസം എനിക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ബിസിനസ് നടത്താൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അതിന് ആ ചെലവ് ഉപയോഗിച്ചിട്ട് എന്റെ ലൈഫ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാം ആ ഒരു 4 മാസം. സോ ടെമ്പററി ആയിട്ട് അയാൾക്കൊരു GST വേണം. കാരണം ഇവിടെ ബിസിനസ് നടത്തണം, ഇവിടെ സെയിൽ നടത്തണമെങ്കിൽ ടെമ്പററി ആയിട്ട് അയാൾക്കൊരു ബിസിനസ് വേണം. അതിനു വേണ്ടിയിട്ട് GST എടുക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ റെസിഡൻഷ്യൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓൾസോ കോൾഡ് ആസ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ക്ലിയർ ആണോ? ടെമ്പററി ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് ബിസിനസ് നടത്തുന്ന ഒരു ഫോറിൻ ടൂറിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ റെസിഡൻഷ്യൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. ഈ NRTP ഏത് ഫയലിംഗ് ആണ് ഫയൽ ചെയ്യേണ്ടത്? അതൊക്കെ ഏത് ഫോമിലാണ് ഫയൽ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് GSTR5. എന്നാണ് ഈ GSTR5 ഫയൽ ചെയ്യേണ്ടത്? 13th ഓഫ്
നെക്സ്റ്റ് മന്ത്, 13th of നെക്സ്റ്റ് മന്ത്. ക്ലിയർ ആണോ? നമ്മളെ QRMP പോലെ തന്നെ 13th of നെക്സ്റ്റ് മന്തിലാണ് ഏത് ഫയൽ ചെയ്യേണ്ടത്? ഈ GSTR 5 ഫയൽ ചെയ്യേണ്ടത്. ക്ലിയർ? സൈസോ ഇല്ല. GSTR പെട്ടിക്കടക്ക് ആദ്യം GST വേണോ വേണ്ടയോ എന്നുള്ളത് വേറൊരു സംഭവം. ഓക്കെ, GST വേണ്ട ബിസിനസ്സുകൾക്ക് ഏതിനൊക്കെ GST വേണ്ടത് എന്നുള്ളത് നമ്മൾ വരും, വേറെ ചാപ്റ്ററിൽ വരും, രജിസ്ട്രേഷനിൽ വരും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? GSTR 5 ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 13th. Input service distributors. Input service distributors. Input service distributors. ആരാണ് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ? സോ ചിലപ്പോ നമ്മളുടെ കമ്പനിയിൽ എന്താ ചെയ്യുക, സകല പർച്ചേസും ഹെഡ് ഓഫീസിലേക്കാണ് പർച്ചേസ് ചെയ്യുക, മെയിൻ ബ്രാഞ്ചിലേക്ക് പർച്ചേസ് ചെയ്യും. എന്നിട്ട് ആ മെയിൻ ബ്രാഞ്ച് ആയിരിക്കും സബ് ബ്രാഞ്ചുകൾക്കൊക്കെ സാധനം കൊടുക്കുക. ക്ലിയർ ആണോ? ഇപ്പോ മെയിൻ ബ്രാഞ്ച് ആയിരിക്കും പർച്ചേസ് മൊത്തം ചെയ്യുന്നത്, എന്നിട്ട് ആവശ്യാനുസരണം ആർക്ക് കൊടുക്കും? സബ് ബ്രാഞ്ചുകൾക്ക് കൊടുക്കും. സോ ഈ മെയിൻ ബ്രാഞ്ചിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പർച്ചേസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അവര് സെയിൽ ചെയ്യുന്നില്ല, അവർ പർച്ചേസിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവര് നമ്മളുടെ സബ് ബ്രാഞ്ചുകൾക്ക് ഈ സ്റ്റോക്ക് കൊടുക്കുകയാണ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഏത് ഫോമാ ഫയൽ ചെയ്യുക? ദേ ഫയൽ GSTR 6. എന്തിനാ അവരിത് ഫയൽ ചെയ്യണത്? ഇവർ പർച്ചേസ് ചെയ്യുമ്പോൾ ധാരാളം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇവർക്ക് കിട്ടില്ലേ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്? ഈ സ്റ്റോക്ക് ഒക്കെ ബാക്കിയുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ, ബാക്കിയുള്ള ബ്രാഞ്ചുകൾക്ക്. ആ ബ്രാഞ്ചുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമാണ് ഏത്? GSTR 6. ക്ലിയർ ആണോ? നൗ യൂഷ്വലി ഇതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 11th of നെക്സ്റ്റ് മന്ത്. 11th of നെക്സ്റ്റ് മന്ത്. 11th of next month. Okay, that is GSTR 6. ആരാ ഫയൽ ചെയ്യേണ്ടത്? An input service distributor. An input service distributor. Clear ആണോ? Clear ആണോ? Now next one, that is TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നൗ എന്താണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടേ തരുള്ളൂ. എക്സാമ്പിൾ, സോ ഇവിടെ പറയുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു GST നമ്പർ ഉള്ള ഒരു വ്യക്തി ഗവൺമെന്റിന് ഒരു സർവീസ് ചെയ്യാണ്. ആർക്കാ ചെയ്യണത്? ഗവൺമെന്റിന് ഒരു സർവീസ് ചെയ്യാണ്. നൗ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ടിനായിരിക്കുമല്ലോ ഒരു സർവീസ് ചെയ്യുന്നത്, അല്ലെ? സോ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ പ്രൈസ് ഇവർക്ക് കൊടുക്കണല്ലോ, സർവീസ് ചെയ്താൽ അതിന്റെ പൈസ കൊടുക്കണല്ലോ. കൊടുക്കുന്ന സമയത്ത് ഈ 5 ലക്ഷത്തിൽ നിന്നും 1% പിടിച്ചിട്ട് ബാക്കി മാത്രമേ കൊടുക്കുള്ളൂ.
ഓക്കെ, 5 ലക്ഷത്തിൽ നിന്ന് 1% പിടിച്ചാൽ എത്രയായിരിക്കും? 4,95,000 രൂപ മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ? ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് കൊടുക്കുള്ളൂ. നൗ ഇയാൾ സർവീസ് ചെയ്യുമ്പോൾ ഇയാൾ ഏത് ഫോമാ ഫയൽ ചെയ്യുക? GSTR 1. അയാളുടെ സെയിൽ കാണിക്കണ്ടേ? ഫയൽ ചെയ്യും. ഈ GSTR 1 ഇവിടെ GSTR 2A വരില്ലേ? ഈ ഗവൺമെന്റിന്റെ GSTR 2A വരുമല്ലോ. ഈ ഗവൺമെന്റ് പിടിക്കുന്ന ഈ 5,000 ഇയാൾക്ക് തന്നെ കൊടുക്കണല്ലോ. ഈ 5,000 എന്തിനാ പിടിക്കുന്നത്? ഇവരെന്തിനാ പിടിക്കുന്നത്? ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നത്. കാരണം നാളെ ഇയാൾ പറയരുത് ഇങ്ങനെ ഒരു സർവീസ് ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ സെയില് കാണിച്ചാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ആ സെയില് മുക്കാം, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാം. 2, നമുക്കത് കാണിക്കാം. സോ ഇങ്ങനെ സെയിൽ കാണിച്ചിട്ടില്ല, ഗവൺമെന്റിന് ഒരു സർവീസ് ചെയ്തിട്ട് സെയിൽ കാണിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു ചെറിയ എമൗണ്ട് അതിന് പിടിച്ചു വെക്കും. എന്ത്? മുൻകൂറായിട്ട് നിങ്ങൾ ടാക്സ് അടച്ചതിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് എന്ത്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. മുൻകൂട്ടി പിടിക്കുക, സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് പിടിക്കുക. ഓക്കെ, അതാണ് TDS. അപ്പോ ഈ ഗവൺമെന്റ് ഒരു ഫയലിംഗ് ചെയ്യണം. അതായത് ഈ പൈസ അവർ പിടിക്കണ്ടെങ്കിൽ അവര് GST ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണ്ടേ? അവരറിയിക്കുക ഏത് ഫോമിലൂടെയാണ്? GSTR 7 അവര് GST ഡിപ്പാർട്ട്മെന്റിനോട് പറയും, ഇന്ന ആള് ഞങ്ങൾക്കൊരു സർവീസ് ചെയ്തിട്ടുണ്ട്, ആ സർവീസിന്റെ കൺസിഡറേഷനിൽ നിന്നും 5,000 രൂപ ഞങ്ങള് TDS ആയി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്ന ഫോമാണ് ഏത്? GSTR 7. ക്ലിയർ ആണോ? സോ എന്താണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്? ആരാണിത് ഫയൽ ചെയ്യുക? ഫയൽഡ് ബൈ ഗവൺമെന്റ് അല്ലെ? ഒരു ഇൻഡിവിജ്വൽ ആണോ ഫയൽ ചെയ്യുക? അല്ല, ഗവൺമെന്റ് ആണ് ഫയൽ ചെയ്യുക. ഗവൺമെന്റ് ഏത് ഇതിലാണ് ഫയൽ ചെയ്യുക? GSTR 7 ഫയൽ ചെയ്യുക. എന്ത്? TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എന്നാ ഡ്യൂ ഡേറ്റ് വരുന്നത്? ഇറ്റ് ഈസ് 11th of next month. 11th of next month. 11th of next month. Clear ആണോ? Clear ആണോ? So next one, that is TCS. TDS കഴിഞ്ഞു. Next is TCS. TCS. ഓക്കെ, TCS. എന്താ TCS എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് കോൾഡ് ആസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്റ്റഡ് അല്ല, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഏതാ? ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. നൗ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ആരാ പേ ചെയ്യുക? ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ഇ-കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. ആരാണ്? ഇ-കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. എങ്ങനെയാണ് ഇത് വരിക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, ഇതെന്താണ്? ഇത് ഓലയുടെ ആപ്പാണ്. ഓല അറിയോ നിങ്ങൾക്ക്? അറിയോ എന്താ ഓല? മായിച്ചള. ഓല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂട്ടി എന്നൊക്കെ പറയുന്നത്. ഊബർ അറിയോ? ഓക്കെ, ഊബർ അറിയോ? ഓക്കെ, ഊബർ എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സിയാണ്. നമുക്കൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സിയിൽ പോവാം എങ്ങോട്ട് വേണമെങ്കിലും. അതിനൊരു ചാർജ് കൊടുത്താൽ മതി. സോ ഈ ഊബറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ധാരാളം ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇത് വണ്ടിയാന്നൊക്കെ വിചാരിച്ചോട്ടോ. അത് കോഴിയാ? ഓക്കെ, ഈ ഊബറില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ധാരാളം ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ടാക്സിക്കാരുണ്ടാവില്ലേ? ഓക്കെ, ഞാൻ ഇവരെന്താ ഇതിൽ ചെയ്യണത്? അവരുടെ സർവീസ് ഈ പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കുകയാണല്ലോ ചെയ്യണത്. ഓക്കെ, ഞാൻ ഇത് കണ്ടിട്ട് ഒരു വ്യക്തി ഇവരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാണ്? ടാക്സി സർവീസ് എടുക്കുകയാണ്. ഓക്കെ,
അയാളുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാള് ഊബറിന് കൊടുക്കേണ്ടത് 500 രൂപയാണ്. എത്ര? 500 rupees ആണ് ഒരു സർവീസിന് ചാർജ് ചെയ്തിട്ടുള്ളത്. 500 രൂപ ഇയാൾ ആർക്ക് കൊടുത്തു? ഊബറിന് കൊടുത്തു. ഓക്കെ. നൗ ഊബർ എന്താണ്? ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അവരെന്തേ ചെയ്യുന്നുള്ളൂ? ഇത് ലിസ്റ്റ് ചെയ്യുന്നു, വേണ്ടവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം, അത്രേ ചെയ്യുന്നുള്ളൂ. അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അതിന് അവർക്കൊരു കമ്മീഷൻ കിട്ടും. ഇതാണല്ലോ അവരുടേത്. നൗ ഈ 500 ഊബർ ആർക്ക് കൊടുക്കാനുള്ളതാ? ഈ ടാക്സിക്കാർക്ക് കൊടുക്കാനുള്ളതല്ലേ? ഊബർ എന്ത് ചെയ്യും? ഈ 500 രൂപയിൽ നിന്ന് 5 റുപ്യ കുറച്ചിട്ട് 495 രൂപയെ ടാക്സിക്കാർക്ക് കൊടുക്കുള്ളൂ. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാ? ഊബർ ഗവൺമെന്റിനോട് ഡിസ്ക്ലോസ് ചെയ്യാണ് ഈ ടാക്സി ഡ്രൈവേഴ്സ് ഒരു സെയിൽ നടത്തിയിട്ടുണ്ട്. ആ സെയിൽ നടത്തിയത് ഗവൺമെന്റിന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം എന്താ ചെയ്യുന്നത്? ഒരു ചെറിയ സംഖ്യ, TDS പോലെ ഒരു ചെറിയ സംഖ്യ പിടിച്ചിട്ട് അത് ഗവൺമെന്റിന് അടയ്ക്കുകയാണ്. അത് അടയ്ക്കുന്നതോടെ ഗവൺമെന്റിന് മനസ്സിലാവും ഇന്ന വ്യക്തികളൊക്കെ സെയില് നടത്തിയിട്ടുണ്ട്. അവര് സെയില് GSTR 1 കാണിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നോട്ടീസ് അയക്കാം. ക്ലിയർ ആണോ? എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്? ഓക്കെ. സോ ഇവിടെ പിടിച്ച 5 രൂപ ഈ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ഗവൺമെന്റിന് എങ്ങനെ അടയ്ക്കുക? അവർ പേ ചെയ്യുന്ന ഫോമാണ് GSTR 8. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. മനസ്സിലായോ? എന്താ ചെയ്യുമ്പോ മനസ്സിലായോ? എന്തൊക്കെയൊക്കെ മനസ്സിലായി? മനസ്സിലായോ? അപ്പൊ അത് നോക്കിക്കൊണ്ടിരുന്നോ? സോ സിമ്പിൾ ആയിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? സിമ്പിൾ ആയിട്ട് എന്താ സംഭവിക്കുന്നത്? എനിക്ക് ജസീലിനോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ. ജസീലിനോട് എന്ത് സംസാരിച്ചാലും ജസീൽ തർക്കുത്തരേ പറയുള്ളൂ. അപ്പോ ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഫസലിനോട് പറയാണ്, ഞാൻ തരുന്ന ഈ 1000 രൂപ ജസീലിന് കൊടുക്കുക. ഓക്കെ. നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുക എന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യുക? ഇതിനൊരു സാക്ഷീനെ വെക്കും, അല്ലെ? നാളെ അവ മുങ്ങിയാലും കടം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനൊരു സാക്ഷീനെ വെക്കുമല്ലോ. അതേപോലുള്ള ഒരു സാക്ഷിയാണ് ആര്? ഈ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ. ക്ലിയർ ആണോ? കാരണം അവർക്ക് അതിലൊരു ലാഭവും ഇല്ല. ഇവര് സെയിൽ ചെയ്യുന്നു, മറ്റവരത് എടുക്കുന്നു, ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവർക്ക് ഒരു ഉപകാരമില്ല. അപ്പൊ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? അയാൾ സാക്ഷിയാണ്. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നടന്നു എന്ന് ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി ഇ കോമേഴ്സ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? അതായത് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് ഗവൺമെന്റിന് അടയ്ക്കും, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗവൺമെന്റിനും അറിയാം ഇന്ന ആൾക്ക് ഇതിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട്, അപ്പൊ അവര് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അവരോട് ചോദിക്കാം എന്നുള്ളത്. സോ അതിന് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ഫയൽ ചെയ്യുന്ന ഫോമാണ് ഏത്? GSTR 8. ഇതന്നെയാണ് ഗവൺമെന്റിന്റെ കേസിൽ TDS വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ ദാറ്റ് ഈസ് GSTR 8. GSTR 9 നമ്മൾ എടുത്തു ഓൾറെഡി. സോ ഇപ്പൊ ഏതൊക്കെ ഫോമുകളായി? GSTR 1, GSTR 2, GSTR 3B, QRMP or IFF, CMP 08, GSTR 4, GSTR 5, GSTR 6, GSTR 7, GSTR 8, GSTR 9 already taken. അല്ലെ? ഇത്രയും കഴിഞ്ഞു. And the final form, that is GSTR 10. GSTR 10. Okay. എന്താ GSTR 10? എന്താ GSTR 10? Now ഇപ്പൊ സകല പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യാം. ബിസിനസ് നമ്മൾ പൂട്ടുകയാണ്. ബിസിനസ് പൂട്ടുമ്പോൾ നിങ്ങൾ ലോക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ഫയൽ ചെയ്യണം? GSTR 10 എന്ന് പറഞ്ഞ ഫോം ഫയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റിന് അടയ്ക്കാനുള്ള സകല ബാധ്യതകളും തീർത്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ? നിങ്ങൾ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാണ് ഏത്? GSTR 10. അതിന്റെ മുമ്പ് TCSന്റെ ഡ്യൂ ഡേറ്റ് നമ്മൾ പറഞ്ഞില്ല, 8ന്റെ. ദിസ് ഈസ് ഓൾ ഓൺ 11th of next month. 11th of next month. So also 11th of next month.
ഓക്കെ, ഇല്ല കഴിഞ്ഞു. GSTR 10. GSTR 10 എന്താണ്? നമ്മളെ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യാനാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫൈനൽ റിട്ടേൺ. GSTR 10 നമ്മൾ വിളിക്കുന്നത് ഫൈനൽ റിട്ടേൺ എന്നാണ്. അതായത് ആ ബിസിനസിന്റെ ഏറ്റവും അവസാനത്തെ റിട്ടേൺ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫൈനൽ റിട്ടേൺ. ഫൈനൽ റിട്ടേൺ. ക്ലിയർ ആണോ? ഓക്കെ. Okay, now returns കഴിഞ്ഞു. Next is late fees. Late fee. Late fee. അതായത് നമ്മൾ ഓരോ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ലെ. ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫയൽ ചെയ്താൽ എന്താ ഉണ്ടാവുക, എത്ര നിങ്ങൾ ഫൈൻ അടയ്ക്കണം അല്ലെങ്കിൽ ലേറ്റ് ഫീ അടയ്ക്കണം എന്നുള്ളത്. ഓക്കെ, now first one. എന്ത് GSTR 10 ഡ്യൂ ഡേറ്റ് എന്നാ ബിസിനസ് പൂട്ടി കിട്ടുമ്പോ, അല്ലാതെ അതിന് ഡ്യൂ ഡേറ്റ് ഇല്ല. ഫൈനൽ റിട്ടേൺ എങ്ങനെ ഡ്യൂ ഡേറ്റ് പറയാം? ഓക്കെ, സോ ലേറ്റ് ഫീസ്. ഓക്കെ, നൗ GSTR 1 GSTR 3Bയുടെയും ലേറ്റ് ഫീസ്. GSTR 1 GSTR 3Bയുടെയും ലേറ്റ് ഫീസ്. ഓക്കെ, ഫസ്റ്റ് സെനാരിയോ ഇത് രണ്ടും നില്ലാണെങ്കിൽ, എന്താണ് നില്ല്? അതായത് ഇതിൽ സെയിലും ഇല്ല ഒന്നുമില്ല, സീറോ ആണ് എങ്കിൽ ഒരു ലേറ്റ് ഫീ ആണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ അതിന്റെ ലേറ്റ് ഫീ വേറെയാണ്. അതായത് സെയിൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ലേറ്റ് ഫീസ് കുറവാണ്. സെയിൽ ഉണ്ടായിട്ടും നമ്മൾ വൈകിട്ടാ കാണിക്കുന്നതെങ്കിൽ ലേറ്റ് ഫീസ് കൂടുതലാണ്. അപ്പൊ ഫസ്റ്റത്തെ സെനാരിയോ എന്താ? GSTR 1 GSTR 3Bയും എന്താണ്? നില്ലാണ്. സ്ട്രെയിറ്റ് ഹൈഫൺ ഇട്ടിട്ട് എഴുതുക, ബോത്ത് ആർ നിൽ. അതായത് GSTR 1 GSTR 3B രണ്ടും എന്താണ്? നില്ലാണെങ്കിൽ എത്രയാണ് ലേറ്റ് ഫീ? ഓക്കെ, രണ്ടും നില്ലാണെങ്കിൽ എത്രയാണ് ലേറ്റ് ഫീ? എഴുതിക്കോ. 100 plus 100, 100 plus 100 or 200, 100 plus 100 or 200 മാക്സിമം, എന്നിട്ട് എഴുതുക, കോമ ഇടുക, മാക്സിമം 250 plus 250, 250 plus 250 or 500, 250 plus 250 or 500. എന്തെങ്കിലും എഴുതിയത് പോലെ മനസ്സിലായോ? ഓക്കെ, എന്താ നമ്മൾ എഴുതിയത്? 100 plus 100 or 200 അല്ലെ, കൊമ മാക്സിമം 250 plus 250 or 500. ഇതാണല്ലോ എഴുതിയത്. അപ്പൊ എന്താ ഇവിടെ പറയണത്? 100 plus 100, അതായത് ഒരു ദിവസം വൈകിയ 100 രൂപ CGSTയിലും കൊടുക്കണം, 100 രൂപ SGSTയിലും കൊടുക്കണം. ഇനി അല്ല IGST വരുന്നെങ്കിൽ 200 രൂപ കൊടുക്കണം. ഓക്കെ, മാക്സിമം 250 രൂപ CGSTയില്, 250 രൂപ SGSTയില്. പക്ഷെ IGST വരികയാണെങ്കിൽ 500 രൂപ. ഒരു ദിവസം. ഒരു ദിവസത്തിന് 200 രൂപയാണ് ഫൈൻ. ചുരുക്കം പറഞ്ഞ അത്രേ ഉള്ളൂ. ഒരു ദിവസത്തിന് 200 രൂപയാണ്. അതിൽ 100 രൂപ CGST, 100 രൂപ SGST വരാം. അല്ല ഇൻഡർസ്റ്റേറ്റ് ആയിട്ടാ വരുന്നതെങ്കിൽ 200 രൂപ IGST. മാക്സിമം മൊത്ത പീരീഡിന്, മാക്സിമം മൊത്ത പീരീഡിന്. ഓക്കെ, ഇതെപ്പോ നില്ലാണെങ്കിൽ 1ഉം 3Bയും
നില്ലാണെങ്കിലുള്ള ഫൈനാണ്. ഓക്കെ, നൗ 1ഉം 3ബിയും നില്ലല്ലെങ്കിൽ, 1ഉം 3ബിയും നില്ലല്ലെങ്കിൽ, ഓക്കെ, സോ എന്താ എഴുതേണ്ടത്? 100 plus 100, same, 100 plus 100 or 200, 100 plus 100 or 200, maximum പറ, maximum 5000 plus 5000 or 10,000, 5000 plus 5000 or 10,000, 5000 plus 5000 or 10,000. സോ എന്താ പറയണത്? ഒരു ദിവസത്തിന് 200 റുപ്യന്നെ ഉള്ളൂ അവിടെയും. പക്ഷെ മാക്സിമത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. മാക്സിമം CGST 5000, SGST 5000, അല്ലെങ്കിൽ IGST ആണെങ്കിൽ 10,000. ഓക്കെ, നെക്സ്റ്റ് GSTR 4ന്റെ ഫൈന്. GSTR 4ന്റെ ഫൈന്. അതില് GSTR 4 ഇല്ലാണെങ്കിൽ, GSTR 4 ഇല്ലാണെങ്കിൽ ഈ ആദ്യത്തേത് തന്നെ. GSTR 4 ഇല്ലാണെങ്കിൽ 100 plus 100 or 200, maximum 250 plus 250 or 500. ഓക്കെ, GSTR 4 ഇല്ലെങ്കിൽ, GSTR 4 ഇല്ലെങ്കിൽ 100 plus 100, 100 plus 100 or 200, 100 plus 100 or 200, maximum 1000 plus 1000 or 2000, 1000 plus 1000 or 2000, maximum 1000 plus 1000 or 2000. ഓക്കെ, നെക്സ്റ്റ് GSTR 10ന്റെ ഫൈന്. GSTR 10ന്റെ ഫൈന് സെയിം ആസ് GSTR 1 and 3B, സെയിം ആസ് GSTR 1 and 3B, same as GSTR 1 and 3B. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എഴുതുക GST പ്രാക്ടീഷണർ. നെക്സ്റ്റ് ഹെഡിങ് GST പ്രാക്ടീഷണർ. GST പ്രാക്ടീഷണർ. ആരാണ് GST പ്രാക്ടീഷണർ? GST പ്രാക്ടീഷണർ ആരാണ്? GST ഫയൽ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് എന്ത്? GST പ്രാക്ടീഷണർ. സോ ആർക്കൊക്കെയാണ് GST പ്രാക്ടീഷണർ? അപ്പൊ എഴുതുക എലിജിബിലിറ്റി ടു ബിക്കം എ GST പ്രാക്ടീഷണർ. എലിജിബിലിറ്റി ടു ബിക്കം എ GST പ്രാക്ടീഷണർ. Eligibility to become a GST practitioner. First one, he should be a citizen of India. First one, he should be a citizen of India. Sound mind. Sound mind. Sound mind. Not insolvent. Not insolvent. Not convicted by court. Not convicted by court. ഓക്കെ, അതിന്റെ അടിയിൽ ഒരു പ്ലസ് ഇട്ടിട്ട് അടിയിലേക്ക് എഴുതുക. അതിന്റെ അടിയിൽ ഒരു പ്ലസ് ഇടുക, ദെൻ അടിയിലേക്ക് എഴുതുക. ഫസ്റ്റ് പോയിന്റ്
retired officer of government, retired officer of government, not below group B gazetted officer, not below group B gazetted officer, for not less than 2 years, for not less than 2 years, for not less than 2 years, enrolled as GST practitioner, enrolled as GST practitioner, and has experience of 5 years, and has enrolled as GST practitioner and has experience of 5 years, or a postgraduate degree holder, a postgraduate degree holder, a postgraduate degree holder, or a foreign university degree holder, a foreign university degree holder, a foreign university degree holder recognized by Indian University, recognized by Indian University, or any other examination notified by government, any other examination notified by government, or CA, CS or CMA, CA, CS or CMA, CA, CS or CMA. ഓക്കെ, അപ്പൊ ആർക്കൊക്കെയാണ് ഒരു GST പ്രാക്ടീഷണർ ആവാൻ പറ്റുക? ആർക്കൊക്കെയാണ് GST പ്രാക്ടീഷണർ ആവാൻ പറ്റുക? ഒന്ന്, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ഇൻസോൾവെന്റ് ആവാൻ പാടില്ല, അതേപോലെ തന്നെ സിറ്റിസൺ ആവണം, പ്ലസ് കോർട്ടില് ഒരു ഇതിലും ശിക്ഷിക്കപ്പെടാത്ത ഒരാളായിരിക്കണം, പ്ലസ് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. ഒന്ന്, ഗ്രൂപ്പ് ബി ഗസറ്റഡില് 2 വർഷമായിട്ട് ഇരിക്കുന്ന ആളും 5 കൊല്ലമായി GST പ്രാക്ടീഷണറായി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഹോൾഡർ ആവണം, അല്ലെങ്കിൽ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഹോൾഡർ ആവണം, അത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തതും ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് പാസ്സായ ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരു CAO, CSO, CMAO ആയിരിക്കണം. ഇത്രയും ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനുള്ള അവകാശം? GST ഫയൽ ചെയ്യാനുള്ള അവകാശം. ഓക്കെ, GST ഫയൽ ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം GST ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതല്ല, GST ഫയൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. GST ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ചാർട്ടേഡ് അക്കൗണ്ട്. ഓക്കെ, നൗ ഒരു ഫോം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് GSTR 9 എഴുതിയിട്ടുണ്ടെങ്കിൽ there is also GSTR 9C. Okay, GSTR 9C. And the 9C, that is GST audit, that is GST audit, that is GST audit. Okay, 9C, GSTR 9C, that is GST audit, GST audit. Okay, that's it. പാഠം ഓവർ. അടുത്തത് നമ്മുടെ പ്ലേസ് ഓഫ് സബ്ജക്ട് വാല്യൂസ്.